ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നോർത്ത് ഇന്ത്യൻസൊക്കെ സൗത്ത് ഇന്ത്യൻ മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഒരു സൗത്ത് ഇന്ത്യൻ ആയിട്ട് എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഫേസ് പ്രെപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു അലോവേര ജെൽ എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ഫേസ് അത്യാവശ്യം നന്നായിട്ട് ഡാർക്ക് സർക്കിൾസും അതുപോലെ തന്നെ അൺഈവൻ ടോൺസൊക്കെ ഉള്ളത് കാരണം തന്നെ ഞാൻ എന്ത് ചെയ്തു, നല്ലൊരു കൺസീലർ എടുത്തിട്ട് ഫേസ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഒരു ഓറഞ്ച് കൺസീലർ ഇട്ടു, അതിൻ്റെ മേലെ ഒരു പീച്ച് ഇട്ടിട്ട് ഒന്ന് കളർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. കളർ കറക്റ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മേക്കപ്പ് ചെയ്തിട്ടൊരു കാര്യമില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഐബ്രോസാണ് ഫില്ല് ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യനോ സൗത്ത് ഇന്ത്യനോ എന്തായാലും നല്ല തിക്ക് അതുപോലെ തന്നെ ഫുള്ളറായിട്ടുള്ള ഐബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു പ്ലസ് പോയിൻ്റ് ആണ്. അപ്പോൾ ഐബ്രോ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഐ മേക്കപ്പിലേക്ക് നടക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ആർഭാടങ്ങളോ മിക്സിങ്ങുകളോ വേറെ കളർ അപ്ലൈ ചെയ്യലൊന്നുമില്ല, ഒരു പിങ്ക് ഷെയ്ഡ് മാത്രം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ട് കണ്ണിലും ഒരേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ണിൻ്റെ താഴെയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൈറ്റായിട്ട്. അപ്പോൾ രണ്ട് കണ്ണിനും അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഞാൻ സ്റ്റുഡിയോൻ്റെ കാജലാണ് നോർമലി യൂസ് ചെയ്യുക. അപ്പോൾ ആ സ്റ്റുഡിയോൻ്റെ കാജലെടുത്ത് നന്നായിട്ട് കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട്, വിങ്സ് ഒന്നും വരയ്ക്കുന്നില്ല. അപ്പോൾ നമ്മൾ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞു. അപ്പോൾ കണ്ണ് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഐലൈനറായിട്ട് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അതും വിങ്സ് ഇല്ലാതെ റൗണ്ടഡ് ആയിട്ടാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഐലൈനറായിട്ട് നല്ല നീറ്റായിട്ടൊന്ന് എഴുതി കൊടുത്ത് നമ്മൾ കാജൽ എഴുതിയിട്ട് എവിടെ നിർത്തിയിരിക്കുന്നത് അവിടെ കൊണ്ടുപോയിട്ട് ഐലൈനർ കൊണ്ടുപോയി ടച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സൗത്ത് ഇന്ത്യൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് ഉദ്ദേശിക്കുന്നത്. കാരണം കൂടുതൽ വാലൊക്കെ വരച്ചൊരു മോഡേൺ ലുക്ക് കൊടുക്കാതെ കുറച്ച് ട്രഡീഷണലായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, മസ്കാര നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളങ്ങനെ ഫേസ് മേക്കപ്പിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രൈമർ എടുത്ത് മാസിൻ്റെ പ്രൈമർ എടുത്തിട്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം മാസിൻ്റെ തന്നെ ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ നന്നായി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫോർഹെഡ് ഏരിയ ഒന്ന് നമ്മൾ ബ്രൗൺ കൺസീലർ വെച്ചിട്ട് ഒന്ന് അവിടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ പിന്നെ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോണ്ടൂറിങ് ആണ്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മാസിൻ്റെ തന്നെ ചോക്കോ ബട്ടർ ഷെയ്ഡിലുള്ള ഒരു ലിപ്പ് ലൈനറാണ്. ഇത് ഞാനിപ്പോൾ കോണ്ടൂറിങ്ങിന് യൂസ് ചെയ്യാനും ഒക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് സൂപ്പറായിട്ട് ബ്ലെൻഡാവും, പിന്നെ നല്ലൊരു പെർഫെക്റ്റ് ഷെയ്ഡാണ് കോണ്ടൂറിങ്ങിന് പറ്റിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ചീക്കും അതുപോലെ തന്നെ ജോ ലൈന് അതുപോലെ നോസൊക്കെ നന്നായിട്ട് കോണ്ടൂർ ചെയ്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നെക്സ്റ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഫീച്ചേഴ്സ് എല്ലാം സ്പെസിഫിക്കായി നിൽക്കണം, അത് ഏത് മേക്കപ്പിലാണെങ്കിലും മസ്റ്റാണ്. അത് കാരണമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഷ് ഞാൻ പ്രിഫർ ചെയ്യുക എപ്പോഴും റൗണ്ടഡ് ആയിട്ടുള്ള ബേബി റൗണ്ട് ബ്ലഷാണ് എനിക്കധികം താല്പര്യമുള്ളത്. അത് കാരണം ഞാൻ അങ്ങനെ യൂസ് ചെയ്യുക. ഇപ്പോൾ ഈ മാർസിൻ്റെ ചോക്കോ ബട്ടർ എന്നുള്ള ഷെയ്ഡിലുള്ള ലിപ്പ് ലൈനർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാറ്റിനും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ഞാനിപ്പോൾ കോണ്ടൂറിങ്ങിനും ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുക, അതുപോലെ ലിപ്പ് ലൈൻ ചെയ്യാനും ഇത് തന്നെയാണ് യൂസ് ചെയ്യുക. അതുപോലെ എനിക്ക് ഒരുപാട് ചില സമയത്ത് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാനും ഈ സാധനം തന്നെയാണ് യൂസ് ചെയ്യാറ്. ചിലപ്പോൾ അതുപോലെ തന്നെ ഐ ഷാഡോട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതായിട്ട് നന്നായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒരു നൈക്കയുടെ റെഡ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഒന്ന് ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു ചാന്തിൻ്റെ പൊട്ടെടുത്തിട്ട് ചെറിയൊരു ഗോപി, അതിനുശേഷം ഇതിൻ്റെ അടിയിൽ നമ്മൾ ഒരു വൈറ്റ് പൊട്ട് വയ്ക്കുന്നുണ്ട്. അത് മസ്റ്റാണ് സൗത്ത് ഇന്ത്യൻ ലുക്ക്. അപ്പോൾ നമുക്ക് ഔട്ട്ഫിറ്റും കൂടെ ചേഞ്ച് ചെയ്തിട്ട് എങ്ങോട്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്